ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രുചിക്കൂട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയയുടെ മസാലക്കറിയാണ്. സോയ ഞാൻ കഴുകി ഫ്രൈ ചെയ്തെടുത്തതാണ്. എയർ ഫ്രയറിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ തേങ്ങയും ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇനി അതിൻ്റെ ചേരുവകൾ: തക്കാളി, പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, പച്ചമുളക്, സവാള അരിഞ്ഞത്, വേപ്പില. പിന്നെ ഈ അരപ്പ്: അരമുറി തേങ്ങ, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുത്താണ്. പിന്നെ ഞാൻ 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും ചേർക്കും. അപ്പം നമുക്ക് തുടങ്ങാം. പിന്നെ ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, രണ്ടല്ല, ഒരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ. നല്ലപോലെ ചൂടാവട്ടെ. ഇത് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തേക്കാണ്. ചെറിയ സോയ ബീൻസ് ഇതാണ്. അപ്പം ഞാൻ കട്ട് ചെയ്യണമൊന്നുമില്ല. പിന്നെ ഒരു തക്കാളി അരിഞ്ഞതാണ്. ഇതിൻ്റെ കൂടെ ഒരു വറ്റൽമുളക് ഇടുന്നുണ്ട്. ചട്ടി ചൂടായ ഞാൻ ആ ടീസ്പൂൺ കടുകെണ്ണ പൊട്ടട്ടെ. ഇത് ഈ അരപ്പ് ഞാൻ വെള്ളം തൊടാതെ അരച്ചേക്കണേ. നല്ലപോലെ പൊടിച്ച് പൗഡർ പോലെ ആക്കി എടുക്കൂലേ, വെള്ളം ചേർക്കൂലേ ഇതിൽ. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, വെറുതെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി നൈസായിട്ട്.
ഇത് ഒത്തിരി പൗഡർ പോലെ പൊടിയരുത്, ഒരു ഇത്തിരി തരി വേണം. ഇനി നമുക്ക് സവാള അരിഞ്ഞത്, ഉണക്കമുളക്, വേപ്പില, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത് നമ്മൾ ഇതിലിടണം. പിന്നെ കടുക് കൂട്ടി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കപ്പ് സോയ, അര ടീസ്പൂൺ ഉപ്പ്, നല്ലോണം വഴണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഈ മസാലക്കൂട്ടിയിലിടുന്നതാണ്. ഇതിന് കുറച്ചിടണം. വെള്ളം ഒഴിച്ചരക്കണതും വെള്ളം ഒഴിക്കാണ്ട് പൊടിച്ച് പൗഡർ പോലെ ആക്കിയെടുക്കണം. രണ്ടിനും രണ്ട് ടേസ്റ്റ്. ഇതിന് ഒരു തക്കാളി അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, തീ കുറച്ച് വെച്ചിട്ട് വേണേ വഴറ്റാൻ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്നത് അടച്ച് നല്ലോണം ഒന്ന് കുക്കായട്ടെ. ആ തേങ്ങാക്കൊത്തും ഇതൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞ് മസാലയൊക്കെ എന്തെങ്കിലും പിടിക്കട്ടെ. ഇത് ഒത്തിരി ചാറാവരുത്, ഒത്തിരി ചാറായി കഴിക്കരുത്. ഇപ്പം ചപ്പാത്തിലൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം എല്ലാവർക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. എയർ ഫ്രൈയിലാണ് ചെയ്തേക്കുന്നത്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടാം. പെട്ടെന്ന് കഴിയട്ടോ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാവുന്നതാണ്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളി നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞും പോകണ്ട. തക്കാളി ഒന്ന് കുക്കായാൽ മതി. ഇത്തിരി വെന്ത് കിട്ടിയാൽ മതി. ഉടഞ്ഞു പോയാൽ പോയി.
ചമ്മന്തി പോലെ ആവരുത്. ആ ഓരോ പീസും ആ തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ കാണണം നമുക്ക്. പച്ചമുളക് ഉണ്ടോ, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, തക്കാളി കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ, നല്ല ടേസ്റ്റ് ആട്ടെ ഈ കറി. ഞാൻ ആദ്യം ഈ സാധനം കഴിക്കില്ലായിരുന്നു. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് സോയ ഇതിൻ്റെ അകത്ത് ഇടാം. ഇച്ചിരി ഗ്രേവിയും കൂടെ വേണമെങ്കിൽ നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് ഒഴിക്കാം. പച്ചവെള്ളം ഒഴിക്കരുതേ. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടാണ് കറിക്കൊക്കെ എടുക്കാറ്. രാവിലെ എടുക്കുമ്പോൾ ബാക്കി ഉണ്ടാവും തിളപ്പിച്ചാറ്റിയ വെള്ളം. കുറച്ചും കൂടെ അതിൽ ഇനി ഇതിങ്ങനെ വെക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇത്തിരി കുറച്ച് പിന്നെ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെങ്കിൽ ഇതും കൂടെ നന്നായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. തേങ്ങാപ്പാലും കൂടി കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത്തിരി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാല ഇട്ട് വെച്ചിട്ട് ഇറക്കാറാകുമ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇത് നല്ലപോലെ സോയ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് ഫ്രയറിൽ വെച്ചെടുത്തതാണ്. ഞാൻ ഉപ്പ് നോക്കട്ടെ കറിയുടെ. ഉപ്പും പുളിയും എരിവൊക്കെ കറക്റ്റാണ്. ഞാൻ ഒറ്റ പ്രാവശ്യം കൈയളവായതുകൊണ്ട് അതങ്ങനെ കറക്റ്റായിട്ട് വരും. തേങ്ങാക്കൊത്തും പച്ചമുളകൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞാനത് ഈ ഓഫ് ചെയ്യട്ടെ. നമുക്കിനി പാത്രത്തിലൊക്കെ കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബറും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.